പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കിഷോറിനെ കൊന്നത് ആരാണ് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഇതേ തുടർന്ന് ഇതിന് പിന്നിൽ വരുണാണ് എന്നുള്ള കാര്യം ഗോവിന്ദ് ആരോപിക്കുകയും ചെയ്യുന്നത് ഞെട്ടിച്ചു കളയുന്നു രാധികാമ്മയെ. പക്ഷേ തനിക്കതിൽ യാതൊരു പങ്കും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന വരുൺ തന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എനിക്ക് അവനെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അത് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. തെളിവുകൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഹാജരാക്കുകയാണ് വേണ്ടത് എന്നും ഞാൻ തെളിവുകൾ ലഭിച്ചാൽ പോലീസിൽ കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് വരുൺ അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് രാധികാമ്മ ഒന്നും പറയാൻ സാധിക്കാതെ അവിടെ നിന്നു പോയിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്ന് വരുണിനെ ചെന്ന് കാണുന്ന രാധികാമ്മ ഇപ്പോൾ ഗോവിന്ദിന്റെ സംശയം നമ്മുടെ നേർക്കാണ് വരുന്നത്. മാത്രവുമല്ല, ഗോവിന്ദിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് എന്നും പറഞ്ഞതിനെ തുടർന്ന് തെളിവുകൾ ലഭിക്കട്ടെ, ബാക്കി അതിനുശേഷമാകാം എന്ന് വ്യക്തമാക്കുന്ന വരുൺ നമ്മൾ എന്തിനാണ് വെറുതെ പേടിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. രാധികാമ്മ യാതൊരു തെളിവുകളും ഇനി ലഭിക്കാൻ പോകുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം അജാസ് ആകട്ടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ്. കിഷോറിന്റെ കൊലപാതകത്തിന് പിന്നിലെ രഹസ്യം കണ്ടെത്താൻ സാധിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അജാസ് നടത്തുകയും ഇതേ തുടർന്ന് മൃതദേഹം ലഭിച്ച സ്ഥലം പരിശോധിക്കുകയും ചെയ്യുന്നു. പക്ഷേ യാതൊരു തെളിവുകളും കണ്ടെത്താൻ അജാസിന് സാധിക്കുന്നുമില്ല. തനിക്ക് അറിയാവുന്ന ആ രഹസ്യം ഇനിയെങ്കിലും വെളിപ്പെടുത്തണമോ എന്നുള്ള ചോദ്യവും അജാസിന്റെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എനിക്ക് അറിയാവുന്ന സത്യങ്ങൾ തുറന്നു പറയുകയാണ് എങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് ഒരുപാട് കുടുംബങ്ങളെയാണ് എന്നും അജാസ് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഗോവിന്ദിന്റെയും ഗീതുവിന്റെയും കുടുംബം തന്നെ തകർന്നു പോകാനും അതുകൊണ്ട് കാരണമാകും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ടുള്ള രഹസ്യങ്ങൾ ഗീതുവിന് ലഭിക്കുന്നത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഗീതു അജാസിന് നേരെ തിരിയുകയും ചെയ്യുന്നു. അജാസിനെ ചെന്ന് കാണുന്ന ഗീതു അജാസിക്ക എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് അജാസിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. കിഷോറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും അറിവ് അജാസിനുണ്ട് എങ്കിൽ അജാസിക്ക പറയണം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് യാതൊന്നും അറിയില്ല എന്നും എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് അജാസ് ഒഴിഞ്ഞുമാറി പോവുകയാണ്. ഈ കാര്യം ഗീതുവിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അജാസ് കുറച്ചു കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഗീതു മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഗോവിന്ദിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ഇതോടെ ഗോവിന്ദ് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നുള്ള തീരുമാനവുമായി അജാസിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. അജാസ് ഉപയോഗിക്കുന്ന ഒരു വസ്തു തൻ്റെ പക്കലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് അത് തനിക്ക് ലഭിച്ചത് എവിടെ നിന്നാണ് എന്ന് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ അജാസ് ഇല്ല എന്നുള്ള മറുപടി നൽകിയതിനെ തുടർന്ന് കിഷോറിന്റെ മൃതദേഹം കിട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെയാണ് എന്ന് പറയുകയും ചെയ്തത് അജാസിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ അജാസിനോട് സത്യങ്ങൾ വ്യക്തമാക്കാൻ അറിയിക്കുന്ന കിഷോർ സഹായിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഒടുവിൽ ആ സത്യങ്ങൾ അജാസ് അറിയിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.